നമസ്കാരം. മിസ് കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഒരു ലിവർ ഫ്രൈ ആണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഇനി ഫ്ലെയിം ഓണാക്കി അതിലേക്ക് ഒരു ഉരുളി വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഗ്രാമ്പൂ, ഏലക്കായ, ഒരു ബേ ലീഫ് ഇവ ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കണം. അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. 1-2 മിനിറ്റുകൾക്ക് ശേഷം ചെറിയ ഉള്ളിയും സവാളയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. രണ്ട് 3 മിനിറ്റുകൾ വഴറ്റി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് മൂപ്പിച്ചെടുക്കാം. ഇവയെല്ലാം ഒരുവിധം മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തക്കാളിയും ചേർത്ത് ഒന്നുകൂടി വഴറ്റി കൊടുക്കാം. അടുത്തതായി മസാലകൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെരുംജീരകം പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറുന്നതുവരെ മൂപ്പിച്ചെടുക്കാം. മസാലകൾ മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ലിവറും ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം തീരെ കുറച്ചു വെച്ച് 2-3 മിനിറ്റുകൾ അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ഇത് വേകാൻ ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി തുടർച്ചയായി ഇളക്കി ഡ്രൈ ആക്കി എടുക്കാം. അവസാനമായി അല്പം കുരുമുളക് പൊടി, കുറച്ച് കറിവേപ്പില, അല്പം പച്ച വെളിച്ചെണ്ണ ഇവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം.
ഇതിൻ്റെ ചേരുവകളും അളവുകളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ലിവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.